എഡ്യൂക്കേഷൻ ലോൺ പഠന സമയത്ത് പലിശ വരുമോ? എപ്പോൾ തിരിച്ചടവ് തുടങ്ങണം എന്നൊക്കെ ഒന്ന് നോക്കാം. ഉയർന്ന വിദ്യാഭ്യാസം ഇപ്പോൾ പലർക്കും ഒരു വലിയ സ്വപ്നമാണ്. അതിനുള്ള സാമ്പത്തിക സഹായമാണ് എഡ്യൂക്കേഷൻ ലോൺ. പക്ഷേ ഈ വായ്പ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് പലർക്കും വ്യക്തമായിരിക്കാൻ സാധ്യതയില്ല. ആദ്യം, പലിശ വരുമോ? പൊതുവെ പഠിക്കുന്ന സമയത്ത് പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചടയ്ക്കേണ്ടതില്ല. ബാങ്കിൽ നിന്ന് EMI തുക പഠനം കഴിഞ്ഞ് 1 വർഷം കൂടി കഴിഞ്ഞിട്ട് അടച്ചാൽ മതിയെന്ന് പറയുമ്പോൾ സാധാരണക്കാർ വിചാരിക്കുന്നത് ഇതിൽ പലിശ വരില്ല എന്ന് തന്നെയാണ്. പക്ഷേ വീണ്ടും മനസ്സിലാക്കുക, എന്നാണോ ലോണിൽ നിന്നും ആദ്യത്തെ ഘടു പിൻവലിക്കുന്നത് അന്നു മുതൽ ആ ലോൺ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. ഉദാഹരണത്തിന് 1 ലക്ഷം രൂപയ്ക്ക് ഒരു മാസം 1000 രൂപയാണ് പലിശ എങ്കിൽ ആദ്യ വർഷം നമ്മൾ 1 ലക്ഷം രൂപ കോളേജിലേക്ക് ഫീസായി അടയ്ക്കുന്നു. ആദ്യത്തെ മാസം അതിൽ 1000 രൂപ പലിശയായി വരും. പിന്നത്തെ മാസം മുതൽ അതിൽ 1,10,000 രൂപയുടെ പലിശയായിരിക്കും വരിക. അടുത്ത സെക്കൻഡ് ഇയർ വരുമ്പോൾ നമ്മൾ വീണ്ടും ആ ലോൺ അക്കൗണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ കൂടി കോളേജിലേക്ക് അടുത്ത വർഷത്തെ സെക്കൻഡ് ഇയർ ഫീസായിട്ട് അടയ്ക്കുമ്പോൾ ഈ 1 ലക്ഷം രൂപയുടെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റും പ്ലസ് നമ്മൾ രണ്ടാമതായി എടുത്ത വീണ്ടും 1 ലക്ഷം രൂപയുടെ, അതായത് ടോട്ടൽ ഈ 1 ലക്ഷം രൂപയുടെ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് പ്ലസ് 1 ലക്ഷം രൂപയുടെ കൂടെ ഇൻട്രസ്റ്റ് നെക്സ്റ്റ് ഡേ മുതൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ 4-ാം വർഷത്തെ ഫീസ് കൂടി നമ്മൾ ആ ലോൺ അക്കൗണ്ടിൽ നിന്നും എടുത്തു കഴിയുമ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ ഇതിൽ ഇൻട്രസ്റ്റായി കണക്ക് കൂട്ടപ്പെടും. അതിൽ ബാങ്ക് നമുക്ക് നൽകിയിരിക്കുന്ന 6 മാസത്തെയോ 1 വർഷത്തെയോ മൊറട്ടോറിയം പീരീഡ് കൂടി കഴിയുമ്പോഴേക്കും 5 വർഷത്തെ ഇൻട്രസ്റ്റ് ഏകദേശം ആ ലോൺ അക്കൗണ്ടിൽ ക്യുമുലേറ്റീവായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും. ഈ ലോൺ അക്കൗണ്ടിൽ മാസാമാസം വരുന്ന പലിശ മുടങ്ങാതെ അടയ്ക്കാൻ ശ്രദ്ധിച്ചാൽ പലിശയുടെ പലിശ വന്നു കൂടുന്ന തുക നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പലിശ മാത്രമല്ല, നമ്മളുടെ കയ്യിലുള്ളതനുസരിച്ച് കൂടുതൽ തുക അടയ്ക്കുകയാണെങ്കിൽ ആ അധികം അടയ്ക്കുന്ന തുക പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് പോവുകയും ശേഷിക്കുന്ന ലോൺ എമൗണ്ടിൻ്റെ പലിശയാണ് അടുത്ത ദിവസം തൊട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയുമുള്ളൂ. എഡ്യൂക്കേഷൻ ലോൺ എന്ന് തന്നെയല്ല, വേറെ ഏതൊരു ലോൺ ആണെങ്കിലും നമ്മൾ അധികം അടയ്ക്കുന്ന തുക പലിശ കഴിച്ച് അതിൻ്റെ മുതലിലേക്ക്, അതായത് ആ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ പ്രിൻസിപ്പൽ എമൗണ്ട് കുറഞ്ഞു വരികയും ശേഷിക്കുന്ന ലോൺ തുകയ്ക്കുള്ള പലിശയാണ് അടുത്ത ദിവസം മുതൽ കാൽക്കുലേറ്റ് ചെയ്യുകയുള്ളൂ. നമ്മൾ EMI തുക മാത്രമാണ് അടയ്ക്കുന്നതെങ്കിൽ, EMI തുക ഇപ്പോൾ 5000 നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഏകദേശം 3500-4000 രൂപയോളം അതിൻ്റെ പലിശയായും ബാക്കിയുള്ള നിസ്സാരം തുക മാത്രമായിരിക്കും മുതലിലേക്ക് അടഞ്ഞു പോവുകയും ചെയ്യുന്നത്. ഇനിയും ഇതുപോലത്തെ ബാങ്ക് റിലേറ്റഡ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്